ഹലോ, ഇന്നൊരു ഈവനിങ് സ്നാക്കാണ് തയ്യാറാക്കുന്നത്. ബണ്ണാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പകരം വേണമെങ്കിൽ ബ്രെഡ് യൂസ് ചെയ്യാം. ഒരു പാനിലേക്ക് ഒരു വലിയ ഗ്ലാസ് റോൾഡ് ഓട്സ് ഇട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു വലിയ ഗ്ലാസ് കുത്തരിയുടെ അവലും ചേർത്ത് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കണം. ഇനി വേണ്ടത് നട്ട്സാണ്. കാഷ്യൂസ്, പിസ്ത, ആമണ്ട്സ്, വാൾനട്ട്. ഇത് ചെറുതായി കട്ട് ചെയ്ത് അതും ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കണം. ഇനി വേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. റൈസൻസ്, കാൻബെറി, ബ്ലൂബെറി. അതും ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് അത് മാറ്റി വെച്ച് 1 ടേബിൾ സ്പൂൺ സെസമി സീഡ്സും ഡെസിക്കേറ്റഡ് കോക്കനട്ടും ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് അത് മാറ്റി വെച്ചു. ഈ പാനിലേക്ക് തന്നെ ഒരു ബട്ടർ ഇട്ട് അതൊന്ന് മെൽറ്റാവുമ്പോഴേക്ക് അതിലേക്ക് 200 ml ഹണിയും ചേർത്ത് ഒന്ന് തിളയ്ക്കാൻ വെച്ചു. ഈ സമയം നമ്മുടെ മിക്സ്ചറിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ചെടുത്തു. മിക്സ്ചർ തയ്യാറാക്കി വെച്ചതിന് ശേഷം ഈ സിറപ്പ് തയ്യാറാക്കണം. അതിലേക്ക് 2 ടീസ്പൂൺ ശർക്കര പാനിയും കൂടെ ചേർത്ത് യോജിപ്പിച്ച് നല്ല കാരമലാക്കി അത് തിളപ്പിച്ച് ഈ മിക്സ്ചറിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചു. ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ചു. ഈ മിക്സ്ചർ സ്പ്രെഡ് ചെയ്ത് നല്ലതുപോലെ പ്രസ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് 2 ടേബിൾ സ്പൂൺ സ്ട്രോബെറി സിറപ്പും ചേർത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് എല്ലായിടത്തും ഈവണാക്കിയെടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ച സെസമി സീഡ്സും ഡെസിക്കേറ്റഡ് കോക്കനട്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലേക്കൊരു ബട്ടർ ഷീറ്റ് വെച്ചു. അതൊന്ന് നല്ലതുപോലെ പ്രസ് ചെയ്തെടുത്തു. ഇത് നമുക്ക് വെറുതെയും കഴിക്കാം, ഗ്രാനിയോള പോലെ വെറുതെയും കഴിക്കാം. 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കട്ട് ചെയ്ത് പീസാക്കിയെടുത്തു. ഒരു ബണ്ണെടുത്ത് അതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്ത് അതിലേക്ക് ബട്ടർ അപ്ലൈ ചെയ്ത് ഒരു ഗ്രാനുള പീസ് എടുത്ത് അതൊന്ന് പൊടിച്ചെടുത്ത് അത് ബണ്ണിലേക്ക് നിറച്ചു അടച്ചു വെച്ചു. നമ്മുടെ ബർഗർ റെഡിയായി. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. പിന്നെ ഈസിയാണ് ഉണ്ടാക്കാനും. പിന്നെ അതുപോലെ തന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കൂ. എൻജോയ്.